ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആക്ച്വലി നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ 4th ഡേ ആണ്. അപ്പോൾ 4th ഡേയിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞങ്ങൾ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണെന്നല്ല, പക്ഷേ എന്നാലും ഒരു ഹാപ്പി ആയിട്ടുള്ള ഇരിക്കുന്നൊരു ടൈമാണിത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ആക്ച്വലി രാവിലെ എണീറ്റപ്പോൾ തന്നെ ജസ്റ്റ് വെറുതെ എൻ്റെ യൂട്യൂബിൽ വരുന്ന കമൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ കമൻറ്റ് സെക്ഷൻ ഇങ്ങനെ കമൻസ് ഒക്കെ വായിച്ച് നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വായിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ ഒരാൾ അതിൽ കമൻറ്റ് ചെയ്തേക്കുന്നതാണ് എങ്ങനെയാണ് ഇതുപോലെ പെർമനൻ്റ് ആയിട്ട് കേളി ആയിട്ടുള്ള ഹെയർ കിട്ടുന്നതെന്ന്. അതായത് ഈ കമൻറ്റ് ഇട്ട ആളുടെ ഹെയർ അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ അത് പുള്ളിക്ക് ഇഷ്ടമല്ല, എനിക്ക് കേളി ഹെയർ ആണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പെർമനൻ്റ് ആയിട്ട് കേളി ആക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരുമോ, ബ്രോയുടെ മുടി എങ്ങനെയാണ് ഇതുപോലെ കേളി ആയിട്ട് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടായിരുന്നു. ആക്ച്വലി ആ കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആക്ച്വലി എനിക്ക് സാധാരണഗതിയിൽ വരാറുള്ള കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നത്, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആക്കണത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ എനിക്ക് എൻ്റെ കേളി ഹെയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ കേളി ഹെയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ എൻ്റെ ഹെയർ ആക്ച്വലി കേളിയാണ്. ഒരു ഭയങ്കര കേളിയാന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു വേവി കൈൻഡ് ഓഫ് ഹെയർ ആണ്. എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഹെയർ എങ്ങനെയാണെങ്കിലും അതിന് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് അതെങ്ങനെ ഇരുന്നാലും അത്ര വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല. ഇപ്പോൾ അത് ചുരുണ്ടാണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിലും എനിക്കങ്ങനെ വലിയ വിഷയമൊന്നും തോന്നാറില്ല. അപ്പം ഇത് എങ്ങനെയാണ് ഇതിപ്പോൾ പെർമനൻ്റ് ആക്കി ഇങ്ങനെ കേളിയാക്കി വെക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു ഉത്തരമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ കെയർ വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി ഡെയിലി ഹെയർ ഓയിൽ ചെയ്യാറില്ല. ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാൻ ഹെയർ ഓയിലിങ് ചെയ്യുന്നത്. പിന്നെ റീസെൻ്റ് ആയിട്ട് ഞാനിപ്പം നമ്മുടെ മസാജർ ഉണ്ടല്ലോ, സ്കാൽപ്പ് മസാജർ, ആ സാധനം യൂസ് ചെയ്യാറുണ്ട്. അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഞാൻ എണീക്കുന്ന ടൈമിൽ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ രാത്രി കിടക്കുന്ന ടൈമിൽ ഞാനത് ചെയ്യാറുണ്ട്. ഇങ്ങനെ സ്കാൽപ്പിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ല രീതിക്ക് സ്ട്രെസ്സായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്കൊരു മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ടൈമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു റിലാക്സേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അടിപൊളി ഒരു ഫീല് കിട്ടാറുണ്ട്. അതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല സുഖം, അങ്ങനത്തെ ഒരു ഫീൽ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് രാത്രിയിലും രാവിലെയും ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നിങ്ങനെ സ്കാൽപ്പ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഓയിലിങ് ചെയ്യുന്ന ടൈമിലും നന്നായിട്ട് ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്കാൽപ്പ് നന്നായിട്ട് ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഷാമ്പൂവും കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഷാമ്പൂവും കണ്ടീഷണർ ഉപയോഗിക്കുന്ന ടൈമിൽ ഞാൻ ഈ സ്കാൽപ്പ് മസാജർ വെച്ചിട്ട് നന്നായിട്ട് സ്കാൽപ്പ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്തിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് കളയാറുള്ളത്. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഞാൻ എല്ലാ ദിവസവും തല കഴുകാറില്ല. ഞാൻ ഓൾട്ടർനേറ്റ് 2 ദിവസം കൂടുമ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ തല കഴുകുന്നത്. കുളിക്കും, പക്ഷേ തല കഴുകുന്നത് ഞാൻ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ്. കാരണം അതിന് അങ്ങനെ കഴുകാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം ഭയങ്കരമായിട്ടും എന്താ പറയുക, ഹാർഡ് വാട്ടറാണ്. അതുപോലെ തന്നെ ക്ലോറിൻ അങ്ങനെ ഇട്ടിട്ടില്ല, പക്ഷെ ഒരു ഹാർഡ് വാട്ടറാണ്. അപ്പോൾ ഞാനിങ്ങനെ 3 ദിവസം കൂടുമ്പോഴൊക്കെ തല കഴുകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ നമുക്ക് ഡെയിലി കുളിക്കുന്നതിനേക്കാളും ഡെയിലി തല കഴുകുന്നതിനേക്കാളും നല്ലത് എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ കുറവുള്ളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ തല കഴുകുമ്പോഴാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഡെയിലി ഇങ്ങനെ തല കഴുകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ 2 ദിവസം കൂടുമ്പോഴൊക്കെ തല കഴുകുമ്പോഴത്തേക്കും അത് ഒരു മുടി കൊഴിച്ചിലിൻ്റെ ഒരു ഇത് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാനായിട്ടിരുന്നത്, പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. അപ്പം ഇതാണ് ഞാൻ മെയിനായിട്ട് പറയാനായിട്ടിരുന്നത്. പിന്നെ ഷാമ്പൂവും കണ്ടീഷണറും ഞാൻ ഉപയോഗിക്കുന്നത് ഓയിലിങ് ചെയ്യുന്ന ഡേയിലാണ് ഞാൻ സാധാരണ ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ തല കഴുകുന്ന 3 ദിവസം എന്നൊക്കെ പറഞ്ഞല്ലോ, ആ ദിവസങ്ങളിൽ. പിന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ
ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഓയിൽ എടുത്തിട്ട് ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഷാമ്പും കണ്ടീഷണറും ഇടുന്ന ദിവസങ്ങളിൽ കുറച്ച് എണ്ണയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാമ്പും കണ്ടീഷണറും ഇട്ട് ഷാമ്പു ഒക്കെ ഇട്ട് നമ്മൾ സ്കാൽപ്പ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തല അല്ലെങ്കിൽ സ്കാൽപ്പ് കുറച്ചുകൂടെ ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എണ്ണ കുറച്ച് കൂടുതലെടുത്ത് ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ ഓൾമോസ്റ്റ് ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അത് ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ ഷോർട്സ് ആക്കി ഇടുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ചെയ്യുകയും ചെയ്യും, എനിക്കൊരു വീഡിയോ കണ്ടന്റ് പോകും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ എൻ്റെ മടിയും മാറ്റാനായിട്ടുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അതാണ്. അയ്യോ, ചായ കൂടി നിർത്താൻ സമയമായി. പല്ല് മഞ്ഞ കളറായി. ഞാനിവിടെ വന്നിട്ട് ഭയങ്കര ചായ അഡിക്റ്റായി. ഞാൻ കുറയ്ക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ പറ്റണില്ല. അപ്പോൾ ചായ കൂടി കുറയ്ക്കണം, ഒന്നാമത്തേത്. പിന്നെന്താ, പിന്നെ എൻ്റെ സ്കിന്ന് കുറച്ച് ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പിമ്പിൾസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല. ആക്നി പ്രോൺ സ്കിൻ ആയതുകൊണ്ടാണ് എപ്പോഴും ഈ ഫേസിൽ പിമ്പിൾസും അതുപോലത്തെ ആക്നി പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളത്. പക്ഷെ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും. പിന്നെ ഈ കുരു വന്നു കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക, പോർസ് ഉണ്ടല്ലോ, അത് മാറ്റാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അയ്യോ, പല്ല് ഫുള്ള് മഞ്ഞ കളറായി. ഉടനെ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കാണണം. അപ്പം പിന്നെ ഞാൻ അടുത്ത ദിവസം നാട്ടിൽ പോകുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് ഡെന്റിസ്റ്റിനെ കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല്ല് ക്ലീൻ ചെയ്യണം, അതാണ് ഇപ്പോൾ ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം പിന്നെ ചായ കൂടി കുറയ്ക്കണം. പിന്നെന്താ, പക്ഷെ ചായ കൂടി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ക്ലിപ്പ് ഇടാം. ഞാൻ ഇന്നും കൂടി ഇപ്പൊ കൂടി ഞാൻ ചായ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ, എന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും പക്ഷെ നമ്മൾ ഒരു റുട്ടീനായിട്ട് പോകുന്നത് കാരണം ചെയ്തു പോകും അറിയാതെ. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നേരെ പോയി ചായ കുടിച്ചിട്ട് കുറയ്ക്കണം. എന്തായാലും ഞാൻ ചായ കൂടി കുറയ്ക്കും. പിന്നെ എനിക്ക് ജിമ്മിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. അടുത്ത മാസം തൊട്ട് ജിമ്മിൽ പോയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. നടക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. പൈസ വേണം, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ എന്താണോ, യൂട്യൂബ് എന്നോട് അങ്ങോട്ടൊരു അടുക്കണില്ല അമ്പടിയും ബില്ലിനും. നമുക്ക് പ്രൊമോഷനൊക്കെ കിട്ടി, പൈസ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് കാരണം എനിക്ക് വ്യൂസും കുറവാണ്. അപ്പൊ എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കാം. പിന്നെ എനിക്ക് യൂട്യൂബിന് ഇതുവരെയായിട്ട് റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കുറെ പേരോട് ചോദിച്ചായിരുന്നു റവന്യൂ എത്രയാണ് കിട്ടുന്നത്. യൂട്യൂബിന് ഇതുവരെയായിട്ട് എനിക്ക് റവന്യൂ ഒന്നും കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എത്രയാണ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ 3 വർഷം ഞാൻ ചാനലിലേക്ക് വന്നു. 14,393 ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഒരിക്കലും ഓവറാക്കണില്ല. നമ്മൾ ഡെയിലി ചാലഞ്ചിന്റെ ഭാഗങ്ങളുണ്ട് മാത്രം പറഞ്ഞു വീഡിയോ തന്നെ ചെയ്യുന്ന ഒരു ഇതാണോ ഇപ്പിനായി ഓരോ വീഡിയോയിലാണ്. പണിയൊക്കെ ഒരു വീഡിയോ മാക്സിമം ഒരു 100 നോക്കിയാൽ കിട്ടുന്നത്. ഇപ്പം കണ്ടിന്യൂസ് എന്താ പറയാ, ഫേമസ് ആണ്. എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്നത് അതാണ് സാറ്റിസ്ഫാക്ഷൻ. അതാണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യമാണ്. റീസെന്റ് ആയിട്ട് മനസ്സിലാക്കില്ല. അപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നിങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അതാണ്
ഈ ഒരു മെയിൻ ചെയ്യുന്നതിന്റെ മെയിൻ എന്റെ ചമ്മലും കാലന്റെ ഫോണിൽ